സമയം 11 മണി കഴിഞ്ഞു. ക്ലബ് FM-ന്റെ ഈ റൊമാൻറ്റിക് സ്റ്റുഡിയോയില് നിങ്ങളുടെ കൂടെ ഞാൻ റീനുവാണ്. പക്ഷേ എൻ്റെ കൂടെ സ്കൂൾ കാലഘട്ടത്തിലെ ഒരു പ്രണയാനുഭവം പങ്കുവെക്കാനായിട്ട് ലാൽ ജോസ് കൂടി എത്തിയിട്ടുണ്ട്. സാർ ഒന്ന് പറയൂ, സ്കൂളിൽ വെച്ചിട്ട് തോന്നിയിട്ടുള്ള ആ പ്രണയം. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 4ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആയിഷ ബീവി എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് എനിക്ക് ഭയങ്കര പ്രണയമായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്കിപ്പോ ആലോചിക്കുമ്പോൾ ആ കുട്ടിയെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവര് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പുറത്തു പോയിട്ട് വെറുതെ ഇങ്ങനെ നോക്കും. അവളുടെ കവിളുടെ സൈഡിൽ ഇങ്ങനെ ചെറിയ രോമം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ 2ലും അവര് 4ലും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്ടങ്ങൾ അതൊക്കെ പ്രണയമായിരുന്നു ഇപ്പൊ നമുക്കറിയാം. സ്കൂളിൽ വെച്ച് തോന്നിയിട്ടുള്ള പല പ്രണയങ്ങളും സ്കൂളും വിട്ട് കോളേജും കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, അയ്യോ അത് ലവ് ആയിരുന്നല്ലോ എന്ന്. ലാൽ ജോസ് സാറിന് ഇത് മാത്രമല്ല, മറ്റൊരു ചൈൽഡ്ഹുഡ് സ്വീറ്റ് ആർട്ടും കൂടി ഉണ്ടായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കേൾക്കണമെങ്കിൽ 2 പാട്ട് കേൾക്കണം, അത്രേ ക്ഷമ കാണിക്കണം. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും ഒരു ചൈൽഡ്ഹുഡ് സ്വീറ്റ് ഹാർട്ട്. അതുപോലൊരു സ്വീറ്റ് ഹാർട്ട് ലാൽ ജോസ് സാറിനും ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പറയൂ അതിനെക്കുറിച്ച്. ഡോക്ടർ സാവിത്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടറുടെ മകള് രമണി എന്റെ ബാച്ച്മേറ്റ് ആയിരുന്നു സ്കൂളിൽ. അതൊക്കെ ഈ LP സ്കൂളിലെ കാര്യങ്ങളാണ്. അപ്പൊ രമണിയോട് ഇഷ്ടമാണ്. അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ആ കാലത്ത് ആരാധന തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രമണി പഠിക്കാൻ ഭയങ്കര മിടുക്കിയായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. ക്ലാസ് ലീഡറായിരുന്നു. നമ്മളോടൊക്കെ ഉള്ള ഒരു പ്രത്യേക അടുപ്പവും. എന്റെ അമ്മ ടീച്ചറായിരുന്നു. അതേ സ്കൂളിലെ UP സ്കൂളിൽ ടീച്ചറായിരുന്നു അമ്മ. അപ്പൊ ടീച്ചറുടെ മകൻ എന്നുള്ള നിലയിലുള്ള ചെറിയ പരിഗണനകളൊക്കെ ഉണ്ട്. ആ പരിഗണനകളൊക്കെ നമ്മളോടുള്ള ഒരു ഇഷ്ടക്കൂടുതലായിട്ട് സ്വയം ചിന്തിച്ചിട്ടുള്ള ഒരു സന്തോഷം. രമണി അത് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ പെൺകുട്ടികളുടെ മാത്രം സ്കൂളിലേക്ക് പോയി. ഞാൻ ഹൈസ്കൂളിലേക്ക്, ആമ്പിള്ളേരെ സ്കൂളിലേക്ക് പോയി. നല്ല കൗതുകത്തോട് കൂടിയിട്ട് ഓർത്ത് സ്മൈൽ ചെയ്യാവുന്ന മെമ്മറീസ് അല്ലേ. അവര് ജീവിതത്തിൽ ഇപ്പൊ ഇതിനിടയിലൊക്കെ ചിലപ്പോൾ പരസ്പരം കടന്നു പോയിട്ടുണ്ടാവും. കണ്ടാൽ പോലും അറിയില്ല. കാരണം അത്ര ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതല്ലേ. അന്ന് ഇഷ്ടം തോന്നിയ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ഇപ്പൊ മനസ്സിലേക്ക് വന്നില്ലേ? ആ കുട്ടിയെ കുറിച്ച് എന്നോട് പറയോ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജില് എന്റെ കൂടെ കേട്ടുകൊണ്ടിരിക്കുക. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സ്. കൂടെ ഞാനുണ്ട്, റീനു. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു ആണ്. എന്റെ കൂടെ ഞാനൊരു വലിയ കുട്ടിയെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പേര് റോണി എന്നാണ്. ഹായ് റോണി. ഹായ്. റോണി സ്കൂളിൽ വെച്ച് പ്രണയിച്ചിട്ടുണ്ടോ? തീർച്ചയായും തോന്നിയിട്ടുണ്ട്. എത്ര തവണ? അങ്ങനെ എണ്ണം പറയാൻ പറ്റിയ ഒരു തരത്തിലല്ല, എന്നാലും ഒരുപാട് പെൺകുട്ടികളോട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളോട്. ഇതിൽ എത്ര പേരോട് പറഞ്ഞു? ആരോടും പറഞ്ഞിട്ടില്ല. അതെന്താ? സ്കൂളിൽ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യത്തിന് ഒത്തിരി കുറവുള്ള സമയമാണ്. തീർച്ചയായിട്ടും പറഞ്ഞാൽ അങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയില്ല. വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകും, സ്കൂളിലറിഞ്ഞാൽ പ്രശ്നമാകുന്നതുകൊണ്ട് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് പെൺകുട്ടികളോട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ പെൺകുട്ടികളേക്ക് ഓർമ്മയുണ്ടോ? അയ്യോ തീർച്ചയായിട്ടും എനിക്കത് ഓർമ്മയില്ല. ഓർമ്മയില്ലേ? അതിനുശേഷം ഒരുപാട് പെൺകുട്ടികളെ പ്രണയിച്ച് കാണും. ഒരുപാട്. അതായിരിക്കും ഓർമ്മയില്ലാത്ത. അതെ തീർച്ചയായും. ഓക്കെ, താങ്ക് യു റോണി. വെൽക്കം. ഇതേ നോക്കിയേ, മിടുക്കുള്ളവരൊക്കെ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ കൂടെ അഭിപ്രായങ്ങൾ പറയാ. നിങ്ങൾക്കും പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ 56070 ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്, ഞാൻ റീനു. നിങ്ങളെ തിരിച്ചു വിളിക്കും. നഷ്ടപ്പെട്ടു പോയ പ്രണയങ്ങളെ കുറിച്ച് ഓർക്കാനായിട്ട് ആർക്കാ ഇഷ്ടം? അത് പലപ്പോഴും ഒരു വേദനയാണ്. എന്നാൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രണയങ്ങൾ ഓർക്കാനായിട്ട് ഒരു രസമാണ്. പലപ്പോഴും പല പൊട്ടത്തരങ്ങളും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു ആൺകുട്ടി പുറകിലിരിപ്പുണ്ടെങ്കിൽ അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും. ആൺകുട്ടികൾ മോശമൊന്നുമല്ല. പെൺകുട്ടികളുടെ സൈഡിലോട്ട് പ്ലെയിൻ ബർത്തെറിയുക, പേപ്പറിൽ പേരും നമ്പർ എഴുതിയിടുക, അങ്ങനത്തെ പല വിക്രിയകൾ അവർ കാണിച്ചിട്ടുണ്ട്. ഇനി പണ്ടാണെങ്കിൽ ഒരുപാട് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. ഇതിലെ പല എഴുത്തുകളും ടീച്ചർമാർ പിടിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ സ്കൂളിലെ പ്രണയം എന്ന് പറയുന്ന ഒരു മധുരം നിറഞ്ഞ ഓർമ്മ തന്നെയാണ്. ഈ സ്കൂൾ വർഷത്തിലും നിങ്ങൾക്കൊക്കെ മധുരമുള്ള ഓരോ ഓർമ്മ കേട്ടിട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ നിന്ന് ഞാൻ റീനു പോവാ. മൺഡേ തിരിച്ചു വരും. ടിൽ ദെൻ ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.